ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രൂത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അവർ മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർപ്പാൻ പോയി എന്ന് നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാം, നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടതായ സമയത്ത് നമുക്ക് അവകാശമായി ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് മുഴുവനായിട്ടും അറിവാൻ നമുക്ക് ആർക്കും ഇടയായി തീരുന്നില്ല. പിന്നീട് ദൈവവചനം നാം പഠിക്കുമ്പോഴാണ് അത് അല്പാൽപമായിട്ട് ഗ്രഹിപ്പാനും പൂർണ്ണതോതിലേക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനും നമുക്ക് ഇടയായിത്തീരുന്നത്. ഇത്തരത്തിൽ കർത്താവിലുള്ള സന്തോഷത്തിന്റെ വർധനവിനെയാണ് യോർദാൻ കടന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മോവാബ് വഴി യോർദാൻ കടന്നാണ് കനാൻ ദേശത്ത് എത്തിയത്. ഞാൻ മുമ്പ് ഒരു ദേശത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി, ബേത്ലഹേം. ബേത്ലഹേം എന്നാൽ അപ്പത്തിന്റെ ഭവനമാണ്. അവിടെ തൃപ്തി ഉള്ളതായിട്ട് നാം കാണുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് നമുക്ക് ലഭിക്കുന്നതായ തൃപ്തി. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന മോവാബിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെയും ചില തൃപ്തിയെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അത് കേവലം നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാം വിശേഷാൽ ഓർത്തിരിപ്പാനായിട്ട് ആവശ്യമുണ്ട്. യോർദാൻ തിരിച്ചു കടന്ന് പിന്നോട്ട് പോയാലാണ് മോവാബിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുക. മുന്നോട്ട് പോയ അതേ വഴി തന്നെ പിന്നോട്ട് പോകേണ്ട അത് ആവശ്യമായി വന്നിരിക്കുകയാണ്. പക്ഷേ നാം പറയും, ഞാൻ പുറകോട്ടല്ല, മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ സന്തോഷം ആത്മീയമായ കാര്യങ്ങളിലാണോ ഇന്ന് ആയിരിക്കുന്നത്? ദൈവവചനം വായിക്കുവാനായിട്ട് ഒരു ദിവസം സമയം കിട്ടുന്നില്ല എന്ന് വരികിൽ നിങ്ങൾക്ക് ദുഃഖം തോന്നുന്ന അവസ്ഥയുണ്ടോ? ചില ദിവസങ്ങൾ ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കുവാനായിട്ട് ഇടയാകുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദുഃഖമുളവാക്കുന്നുണ്ടോ? ദൈവജനത്തോട് ഒരുമിച്ച് ലഭിക്കുന്ന സമയം സന്തോഷിപ്പാനായിട്ട് ഇടയായിത്തീരുന്നുണ്ടോ? അതോ ഇതെല്ലാം കേവലം ഒരു പരിചയം മാത്രമായിട്ടാണോ ഇന്നിരിക്കുന്നത്? ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടായി വരുന്നില്ല എന്ന് വരികിൽ നിങ്ങളുടെ യാത്ര പിന്നോട്ടാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ അത്തരത്തിൽ ചിന്തിക്കുവാൻ പിശാച് നമ്മെ സമ്മതിക്കുന്നില്ല. അതിലാണ് പിശാചിന്റെ വിജയവുമായിരിക്കുന്നു എന്നുള്ള കാര്യം നാം വിശേഷാൽ ഉൾക്കൊള്ളുവാൻ ആവശ്യമുണ്ട്. ഈ മോവാബിനെ കുറിച്ച് ദൈവിക വീക്ഷണം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിപ്പാൻ ആവശ്യമുണ്ട്. ദൈവശാപം ഏറ്റുവാങ്ങിയവരാണ് മോവാബിലെ ജനങ്ങളെല്ലാവരും. അതിനുള്ള കാരണങ്ങൾ പലതാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, അവരുടെ ഉത്ഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ലോത്തിന് തന്റെ മൂത്ത മകളിൽ ജനിച്ച അവരുടെ വംശപാരമ്പര്യമാണ് മോവാബിൽ ഉള്ളത്. രണ്ടാമതായി നാം നോക്കിയാൽ, ഇസ്രായേൽ ജനം കനാനിലേക്ക് പ്രയാണം ചെയ്യുന്ന സമയത്ത് ഈ മോവാബിന്റെ അതിർത്തിയിലൂടെ കടന്നു പോകുവാനായിട്ട് അവർ അനുവാദം ചോദിച്ചുവെങ്കിലും അന്ന് ഈ മോവാബിർ അതിന് സമ്മതിച്ചില്ല എന്ന് നമുക്ക് വായിപ്പാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അഥവാ ഇങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ കഴിയും, ദൈവജനത്തിനെതിരായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണവർ. ഇനിയും നാം ചിന്തിച്ചാൽ ഇവരുടെ ദൈവം ആരാണ്? മ്ലേച്ഛ വിഗ്രഹമായ കേമോശായിരുന്നു അവരുടെ ദൈവമായിട്ടിരുന്നത്. 2 രാജാക്കന്മാർ 23:13 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, മോവാബ്യരുടെ മ്ലേച്ഛ ബിംബമായ കേമോശിന് എന്ന് നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് വായിപ്പാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തങ്ങളുടെ കുട്ടികളെ മോവാബ്യർ ബലി കഴിച്ചിരുന്നു എന്നുള്ളതും നമുക്ക് വ്യക്തമായി വായിപ്പാൻ കഴിയുന്ന കാര്യമാണ്. 2 രാജാക്കന്മാർ 3:26-27 ഈ ഭാഗങ്ങൾ നാം വായിച്ചാൽ അവരുടെ ആരാധനയുടെ ഒരു ഭാഗമായിരുന്നു അതെന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഇവരുടെ 10-ാം തലമുറ പോലും ദൈവസന്നിധിയിൽ വരുവാനായിട്ട് ഇടയാകരുത്. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം ആ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൈവശാപം ഏറ്റുവാങ്ങിയവരെങ്കിലും ആ ജനത്തിന്റെ പ്രത്യേകം നാം നോക്കുക, അവർ വളരെ സ്വൈര്യമായിട്ട് ജീവിക്കുന്നവരാണ്.
അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അങ്ങോട്ട് പോയി അവിടെ താമസിച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു ആകർഷണം ഉണ്ടാകുന്നത് പോലും. മനുഷ്യൻ എക്കാലത്തും ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളാണ് സ്വസ്ഥത, സ്വൈര്യം, മനസ്സിനൊരു സുഖം, മനസ്സിന് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ. പക്ഷേ അവിടെയൊക്കെ ചെന്നുപറ്റി അതിലൊക്കെ ഏർപ്പെട്ട് ആ സന്തോഷവും ആനന്ദവും ഒക്കെ അനുഭവിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് നാം ചെന്നിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് അബദ്ധം പിണഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോഴേക്കും സമയം വളരെ വൈകിപ്പോയിരിക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ ദൃഷ്ടിക്ക് ആനന്ദം നൽകുന്ന, നമുക്കല്പം സന്തോഷം ലഭിക്കുമെന്ന് നാം കരുതുന്ന ചില സ്ഥാനത്തേക്ക് നാം കടന്നുപോയി അവരോട് കൂടെ ആയിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇവിടെയാണോ എന്റെ സ്ഥാനം? ദൈവം എന്നെക്കുറിച്ച് ഇവിടെ ആയിരിക്കാനായിട്ടാണോ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിലെ ഓരോ ചുവടും വളരെ ശ്രദ്ധയോടും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചും നാം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വളരെ ആവശ്യമുണ്ട്. ആ നിലയിൽ ദൈവാനുഗ്രഹം പകരുന്ന, ദൈവത്തിന്റെ ശാപമല്ല, മറിച്ച് ദൈവാനുഗ്രഹം തന്നെ നമ്മുടെ വരുവാൻ ഇടയാകുന്ന തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടും.